നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നേരം വെളുക്കും വരെ ഞാനിവിടെ ഭഗവാന്റെ മുന്നിൽ വ്രതം ഇരിക്കുക. വരുണിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒരു കുറവും ഉണ്ടാകല്ലേ. എല്ലാവർക്കും നമസ്കാരം. വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടത്തുന്നത്. പക്ഷേ അതൊരു എക്സ്ക്യൂസായി ഒരു ഡിപ്പാർട്ട്മെന്റും കണക്കാക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥതയെ 100% ഈ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമയിലെ നമ്മുടെ ഹീറോയിനായ പ്രിയങ്ക തന്നെയാണ് ഈ സിനിമയിലെ പ്രൊഡ്യൂസർ. ഇൻഡസ്ട്രിയിലേക്ക് പുതുതായി വരുന്ന ഒരാൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്നതാണ്. സോ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. പ്രിയങ്ക, വിളക്ക് കൊളുത്താം. ശരത്തെ വാ. ശരത്, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. സിനിമ വെളിച്ചത്തിന്റെ ലഹരി അവളുടെ മുഖത്ത് കണ്ടോ? ഈ ലഹരിയിൽ അവളെ കുറച്ചു നേരം കൂടി പിടിച്ചു നിർത്തേണ്ടത് തന്റെ ഡ്യൂട്ടിയാ. പ്രിയങ്ക, പ്ലീസ് ഒന്ന് വരൂ. പ്രിയങ്ക, സ്ക്രിപ്റ്റ് മുഴുവനായി വായിച്ചില്ലേ? ഒരു ചലഞ്ചിങ് ക്യാരക്ടറാണ്. ഒരുപാട് മുഹൂർത്തത്തിലൂടെ ഈ കഥാപാത്രത്തിന് കടന്നു പോകാനുണ്ട്. മനസ്സിലായി സർ. പ്രത്യേകിച്ച് കുഞ്ഞ് നഷ്ടപ്പെട്ട സീനൊക്കെ എത്തിയപ്പോ റിയലി എന്റെ കണ്ണ് നിറഞ്ഞുപോയി. തുടക്കം നന്നായ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. സിനിമ ഹിറ്റാവുക എന്നത് ഒരു പ്രധാന കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആദ്യ സിനിമയിൽ തന്നെ പ്രിയങ്ക ഏറ്റവും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടണം എന്നൊരു അത്യാഗ്രഹം കൂടി എനിക്കുണ്ട്. ഈ ക്യാരക്ടർ കൊണ്ട് അത് നടക്കും പ്രിയങ്ക. താൻ നോക്കിക്കോ, ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമയ്ക്ക് ഇങ്ങനൊരു എൻട്രി ഉണ്ടായിട്ടുണ്ടാവില്ല. താങ്ക് യു. പ്രിയങ്ക, നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സീൻ ക്ഷേത്ര സീനാണ്. ഹീറോയിന്റെ മുൻജന്മയില്ലേ സാവിത്രി, അവര് ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നതും അവരെ ആളുകൾ കൊല്ലാൻ ശ്രമിക്കുന്നതും. അതല്ലേ നമ്മുടെ ഫസ്റ്റ് സീൻ? അതെ. ഷൂട്ടിനായിട്ട് ഫുൾ പോകേണ്ടി വരും. നാളെ അല്പം വൈകി തുടങ്ങിയാലും മതി. അത് കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കിലാവും. പിന്നെ ശരത്തെ, കണക്കുകളെല്ലാം കൃത്യമായി സൂക്ഷിച്ചേക്കണം. താനത് ചെയ്യുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. അതായത് എല്ലാ ദിവസവും ഷൂട്ടിംഗ് കഴിഞ്ഞ്
ഒരു ഹാഫ് ആൻ അവർ താൻ, ഞാൻ, പ്രിയങ്ക ഒരു മീറ്റിംഗ് ഉണ്ടാവും. അന്നന്നത്തെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എന്നെ ബോധ്യപ്പെടുത്തണം. അത് കുഴപ്പമില്ല, എനിക്ക് ശരത്തിനെ പൂർണ്ണ വിശ്വാസമാ. നോ, എന്റെ പ്രോജക്റ്റിൽ എനിക്കത് നിർബന്ധമാണ്. പ്രിയങ്കയുടെ ഒരു ചുവടും പിഴയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാ പറയുന്നത്. എങ്കിൽ പ്രിയങ്ക റെഡി ആയിക്കോളൂ. ആ ഓക്കെ സർ. ആ ശരി. കിട്ടുന്ന കാശിന് താൻ പണിയെടുക്കുന്നുണ്ട്. കൊള്ളാം. എന്നാ ചെല്ല്, നടക്കട്ടെ. ഇവിടെ നടക്കുന്ന ഒന്നും അവൾക്ക് ബാധകമല്ല. കണ്ടില്ലേ കെട്ടിച്ചമഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. ഭഗവാനെ, പ്രിയങ്കയെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ അച്ഛന് കഴിയണേ. ഒരു വിഘ്നവും ഇല്ലാതെ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ അവസാനിക്കണം. നേരം വെളുക്കും വരെ ഞാനിവിടെ ഭഗവാന്റെ മുന്നിൽ വ്രതം ഇരിക്കുക. വരുണിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒരു കുറവും ഉണ്ടാകല്ലേ. ഭഗവാനെ, എന്തിനാ അടിയനെങ്ങനെ പരീക്ഷിക്കുന്നേ? പ്രിയങ്ക മോളെ കണ്ടെത്തി ആ പൂജ പൂർത്തിയാക്കാൻ പറ്റാതെ വന്ന അതോടെ എല്ലാം ഇല്ലാതാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.